കഴിഞ്ഞ ദിവസം രാത്രി ഡെൻ ടീമിൽ നിന്ന് ജിൻഡോ എത്തി അവിടെ പവർ ടീമിന്റെ അടുത്തും ടണൽ ടീമിന്റെ അടുത്തും ഒരു ടൈപ്പ് നടത്തിയിരുന്നു. 3 പേർക്കും ഒരുമിച്ച് നിന്നുകൊണ്ട് ടാസ്ക് കളിക്കാമെന്നുള്ളത്, നെക്സ്റ്റ് ടീമിനെ പൊട്ടിക്കണം എന്നുള്ളത്. നെക്സ്റ്റ് ടീമിനെ ആദ്യം നമുക്ക് പുറത്താക്കണം, അവരെ നമുക്ക് പൊട്ടിക്കണം. അവിടെ 3 ആണുങ്ങളാണുള്ളത്, അവർക്ക് ശക്തി കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമുക്ക് അവരെ ഒറ്റയടിക്ക് തോൽപ്പിക്കാം എന്ന് പറയുന്നുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് അവിടെ ഒത്തുചേർന്ന ആൾക്കാരെന്ന് പറയുന്നത് ജിൻഡോ, സായി, നന്ദന, അവിടെ ഋഷി, അഭിഷേക്, ഇത്രയും പേരാണ് അവിടെ ഇരുന്ന് ചർച്ച ചെയ്തിരുന്നത് രാത്രി സമയത്ത്. അങ്ങനെ അവരെല്ലാവരും കൂടി ടൈപ്പ് ചെയ്യുകയും ചെയ്തു. ഇന്നിപ്പോൾ അവിടെ ഗസ്റ്റിനെ സംരക്ഷിക്കുന്ന ടാസ്ക്കാണ് അവിടെ ബിഗ് ബോസ് കൊടുത്തത്. ആ സമയത്ത് ഈ 3 ടീമുകളും ഒന്നിച്ചു നിന്ന് തന്നെ മത്സരിക്കാമെന്ന് തീരുമാനിക്കുകയും എന്നിട്ട് നെക്സ്റ്റ് ടീമിനെ ആക്രമിക്കും എന്ന് തീരുമാനമെടുക്കുകയും ചെയ്തു. അത് നെക്സ്റ്റ് ടീമിനെ മനസ്സിലാവുകയും ചെയ്തു. ടീം പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങൾ എല്ലാവരും കൂടി അറ്റാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അറ്റാക്ക് ചെയ്തോ, നിങ്ങളുടെ ഗെയിം പ്ലാൻ ആണ് അത് എന്ന് പറഞ്ഞുകൊണ്ട് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു. ആ സമയത്ത് അവിടെ ജിൻഡോയുടെ ടീമായിട്ടുള്ള ഡെൻ ടീമിന്റെ അടുത്ത് അവിടെ ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ അതിഥീനെ നമുക്ക് സംരക്ഷിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ അറ്റാക്ക് ചെയ്യാം, എത്ര നമ്മുടെ അടുത്ത് ഒരുമിച്ച് നിന്ന് കളിച്ചാൽ പോലും അവർ ചിലപ്പോൾ അറ്റാക്ക് ചെയ്തെന്ന് വരാം, അതുകൊണ്ട് നമ്മുടെ ടീമിലെ അതിഥിയെ കൂടി നമ്മൾ സംരക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ ജിൻഡോ പറഞ്ഞത്, ഞങ്ങൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ അതിഥീനെ അവിടെ പിടിച്ചു നിന്നാൽ മതി, ഞാൻ പോയി അവരെ നെക്സ്റ്റ് ടീമിനെ ആക്രമിച്ചോളാം, നിങ്ങളെ ആരും ആക്രമിക്കില്ല എന്നുള്ളൊരു തീരുമാനം അവിടെ എടുത്തിട്ടാണ് നിന്നിരുന്നത്. പക്ഷേ ഫസ്റ്റ് ബെല്ലടിച്ച സമയത്ത് അവിടെ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഡെൻ ടീമിലുണ്ടായിരുന്ന ആ അതിഥിയുടെ അടുത്തേക്ക് അവിടേക്ക് നന്ദന ഓടി വരായിരുന്നു. നന്ദനയുടെ ഗെയിം പുറത്തെടുത്തു, ആക്രമിക്കുന്ന പോലെ കാണിച്ചു, പക്ഷെ ബലൂൺ പൊട്ടിച്ചില്ല. ആ പൊട്ടിക്കാതെ നിന്നിട്ട് ആക്രമിച്ചുകൊണ്ടിരുന്നു. ആ സമയത്താണ് അപ്സര ഇടയിൽ കൂടി വന്നുകൊണ്ട് അവിടെ ബലൂൺ പൊട്ടിച്ചത്. അപ്പോൾ ജിൻഡോയെ മറ്റു ടീമുകൾ ചതിക്കുകയായിരുന്നോ എന്നുള്ളതാണ് ഇപ്പോൾ ജിൻഡോയുടെ സംശയം. അതിന് കാരണമുണ്ട്, രതീഷ് ജിൻഡോടൊപ്പം നിന്നിട്ടാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. ഇവിടെ രതീഷ് എന്തിനാണ് വന്നതെന്നുള്ള കൃത്യമായ ഉത്തരം ഇതുവരെ ബിഗ് ബോസ് നമുക്ക് തന്നിട്ടില്ല. ഒരു അതിഥിയായിട്ടാണ് വന്നത് എന്നാണ് പറയുന്നത്. പക്ഷെ രതീഷ് അവിടെ നിൽക്കുന്നത് ജിൻഡോയ്ക്ക് വേണ്ടിയിട്ടാണ്, ജിൻഡോയെ സപ്പോർട്ട് ചെയ്യാനാണ് അവിടെ രതീഷ് നിൽക്കുന്നത്. അപ്പോൾ രതീഷ് അവിടെ ജിൻഡോയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, അല്ല നിന്നെ ചതിക്കുകയായിരുന്നോ അവർ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജിൻഡോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ ചതിച്ചാൽ പോലും, ഇപ്പം ഞാൻ ചതി പ്രതീക്ഷിക്കുന്നുണ്ട്, ചതിച്ചാൽ പോലും അവർക്ക് കിട്ടുന്നത് തിരിച്ചടിയാണ്, അതിനുള്ള സൂത്രപ്പണിയൊക്കെ എനിക്കറിയാം, അതൊക്കെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് ജിൻഡോയോട് പറയുന്നത്. കൂടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് അവരെന്നെ ചതിക്കുകയാണ്, ചീറ്റ് ചെയ്യാണ് എന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് എനിക്ക് തിരിച്ച് പണി കൊടുക്കാം അറിയാം എന്നവിടെ ജിൻഡോ പറയുന്നുണ്ട്. എന്തായാലും ഒരു ഗെയിമേ കഴിഞ്ഞിട്ടുള്ളൂ, ബാക്കിയുള്ള ഗെയിമുകൾ കിടക്കുന്നുണ്ട്. എന്തായാലും ഇവരോട് ടൈപ്പ് ചെയ്തിട്ട് കളിക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഇവരിൽ ഒരാൾ ക്യാപ്റ്റൻ ആവുകയും ബാക്കിയുള്ളവരെ എല്ലാവരെയും ചേർന്ന്, ബാക്കി ഒരുമിച്ച് നിൽക്കുന്നവരെ ബാക്കിയുള്ള എല്ലാവരെയും ചേർന്നുകൊണ്ട് പവർ റൂമിലാക്കുകയും ചെയ്യുക എന്നൊരു പ്ലാനാണ് ജിൻഡോ ഓൾറെഡി ഇട്ടിട്ടുള്ളത്. എല്ലാവരും അത് ഓക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ജിൻഡോയ്ക്ക് സംശയമുണ്ട്, ഇവർ ജിൻഡോയെ ചതിക്കുമോ എന്ന്.